ഈ 500 രൂപയ്ക്ക് കോഴ്സ് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? എല്ലാവരും ഇങ്ങനെ ചോദിക്കും ഇതന്നെയാണ് പറ്റിപ്പാണോ എന്ന്. അതന്നെയാണ് പ്രതികരണം. ഈ ഓൺലൈൻ കോഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നൊരു സംശയം വരും. അതായത് ഇത് 500 രൂപ വെറുതെ ഒരു തട്ടിപ്പ് പരിപാടിയാണോ? നമ്മളെ കാണാത്ത സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മളെ ഓരോ വാക്കിലും വിശ്വസിച്ച് ആ പ്രവൃത്തി ചെയ്യാൻ അവർ കാണിക്കണേ ഒരു ഇതുണ്ടല്ലോ, അതന്നെയാണ് ഇതിന്റെ സക്സസ്. തിരക്കിട്ട സമയത്ത് ഒന്ന് അൾട്രേഷൻ ചെയ്യാൻ ഇത് ചെയ്തു അങ്ങനല്ലേ അല്ലേ? 50-100 കൊടുക്കണതൊന്നും അല്ല അവിടെ വിഷയം. ഏറ്റവും വലിയ വില ഉള്ളത് നമുക്ക് സമയത്തിനാണ് അല്ലേ? അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പോ നമുക്കത് അറിയാമെങ്കിൽ ഇനിയിപ്പോൾ ഏത് രാത്രിയായാലും പാതിരാത്രിയായാലും ആര് തെരഞ്ഞു പോകണ്ടല്ലോ. ഒരു സ്റ്റുഡൻറ്റ് അടുത്ത് പറഞ്ഞു റീലിന് ഇങ്ങോട്ട് അഡിക്റ്റ് ആയിരുന്നു, ഇത് കാണുന്നത് തന്നെ ഇരുന്നു പോണേ. അതിലാണ് മാമിന്റെ റീൽ കണ്ടത്. അന്ന് മുതൽ എൻ്റെ ജീവിതം മാറിയത്. എൻ്റെ സ്റ്റിച്ചിങ് ആണ് എൻ്റെ മേഖല ഇപ്പോൾ. അപ്പോൾ അതൊക്കെ അവസരങ്ങളാണ്. അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കണം. ഓഫ്ലൈനിൽ പഠിച്ച് എന്ത് ചെയ്തിട്ട് ശരിയാവുന്നില്ല, ഒരു തയ്യൽ പഠിപ്പിക്കുന്ന ആളുടെ അടുത്ത് പോയി പഠിച്ചിട്ടൊന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് ഓൺലൈനിൽ യാതൊരു വിശ്വാസവും ഇല്ലാതെ ചേരുന്നവരുണ്ടോ? ഞാൻ ഇവിടെ ഇരുന്നിട്ട് അവരുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ കട്ട് ചെയ്തോളി എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് കട്ട് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ ക്ലാസ്സിൻ്റെ വിജയം തന്നെയാണ്. കണ്ണൂരിൽ നിന്ന് ഒരു അമ്മ വിളിക്കാറുണ്ട്, എപ്പോഴും വിളിക്കും. അപ്പൊ മക്കളൊക്കെ അമ്മ വിളിക്കുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. വലിയ മക്കളാ, കല്യാണം കഴിച്ച മോനൊക്കെ ഉണ്ട്. മോൻ പറയും നിങ്ങൾ ആംഹോള് ചെസ്റ്റ് ഇതൊക്കെ എനിക്ക് അറിയാട്ടോ, അമ്മന്റെ വീഡിയോ ഞങ്ങളോട് കാണാറുണ്ട്. അമ്മ എപ്പോഴും ടെൻഷനിലായിരുന്നു, നിങ്ങളെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അമ്മ എന്നെ മാറി, പാൽപ്പായസം കൊണ്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഞാനൊരു ടീച്ചറാണെന്ന് അവകാശപ്പെടണമെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് വളരണം അല്ലേ? അപ്പം സ്റ്റുഡൻറ്റ് പറഞ്ഞ ധൈര്യത്തിലാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഇത് എനിക്ക് ചെയ്യാൻ കഴിയും. ഞാൻ എപ്പോഴും എന്താ ചിന്തിക്കലെന്നറിയോ, ഒരു നഷ്ടം ദൈവം തരുന്നത് നമ്മളെ ഉള്ളിലുള്ള കഴിവിനെ പുറത്ത് കൊണ്ടുവരാനാണ്. അപ്പോൾ ഏറ്റവും മികച്ചതാണ് ഞാൻ ഇപ്പോൾ പുറത്തെടുത്തത്. ഇതിൽ മികച്ചത് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ വെറുതെ ഇരിക്കണ വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത് എന്താ, അത്രയും എഫേർട്ട് എടുത്ത് ജോലി ചെയ്യണവർ ഇത് പഠിക്കാൻ വരുന്നത്. അതന്നെയല്ലേ ഏറ്റവും വലിയ മാറ്റം. കൈത്തൊഴിലായിട്ട് ഇത് ചെയ്യുന്നവർക്ക് ഒരു വെല്ലുവിളിയാണോ? കോവിഡ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചില്ല നമ്മളെല്ലാവരും തകർന്നു പോയെന്ന്. പക്ഷെ അത് നമുക്ക് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കി തരികയല്ലേ ചെയ്തത്. അതേപോലെ ഓരോന്നിനും അതുകൊണ്ട് ഗുണങ്ങളുണ്ട്. ഇന്ന് ഇങ്ങനെ മുന്നിൽ വന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കാനുള്ള ഒരു ധൈര്യം വന്നില്ലേ? ഇതുപോലെ എന്തൊക്കെ മാറ്റമാണ് സ്വന്തം ജീവിതത്തിൽ ഉണ്ടായത്? ഇതാണ് എൻ്റെ ഏറ്റവും വലിയ മാറ്റം. വീടിനെ പോലെ ഒരാളെ കാണാൻ കഴിയുക, നിങ്ങളെ മുന്നിൽ വന്നിരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ടൊക്കെ ഞാൻ ഇപ്പൊ വളരെ സന്തോഷം. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. 500 രൂപയ്ക്ക് ഒരു സ്വയം തൊഴിൽ പഠിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിയോ? എങ്കിൽ ഞെട്ടേണ്ടതില്ല. അത്തരമൊരു കാര്യം യാഥാർത്ഥ്യമാക്കിയ, വളരെ വിജയിച്ച് കാണിച്ച ഒരു സ്ത്രീരത്നത്തെയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ലെറ്റ്സ് വെൽക്കം നൂർജഹാൻ. വെൽക്കം ടു ദ ഷോ. സന്തോഷം. ഞാൻ ആദ്യം ചോദിച്ച പോലെ എനിക്ക് ഭയങ്കര ഞെട്ടലാണ്. 500 രൂപയ്ക്ക് ക്ലാസ് കൊടുക്കുക, ശരി, അത് ഞാൻ മനസ്സിലാക്കുന്നു. അതും സ്റ്റിച്ചിങ് എന്ന് പറയുന്ന അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പഠിക്കാനൊക്കെ, ഞാനൊക്കെ തലകുത്തി ഒന്ന് പഠിച്ചപ്പോൾ ശ്രമിച്ചാലും പഠിക്കാൻ പറ്റാത്തൊരു കാര്യം. അത് 500 രൂപയ്ക്ക് ഒരു കോഴ്സ് കൊടുക്കുക, അത് 6 മാസത്തേക്ക് കൊടുക്കുക, അതും ഓൺലൈനിൽ കൊടുക്കുക. ഇത് മൂന്നും കൂടെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? ഇത്ര ഈസി ആയിട്ട് എങ്ങനെ കൊണ്ടുപോകുന്നത്? എല്ലാവർക്കും നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വരുമാന മാർഗം ആഗ്രഹിക്കണവരാണല്ലോ. അതെ അതെ. അപ്പോൾ ഞാൻ കുറെ പേരെ ഈ കുടുംബശ്രീ വഴിയാണ് ഇതിലേക്ക് വന്നത്. അപ്പൊ കുറെ പേരെ ഞാൻ അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്ക ആളുകളും എന്നോട് ചോദിക്കും, ഞാൻ 1000 രൂപയായിരുന്നു ഫീ ഇട്ടിരുന്നത്. അതെ, മിക്ക ആളുകളും എന്നോട് ചോദിക്കും മാം 2 തവണ ആയിട്ട് അടച്ചാൽ മതിയോ? 500 രൂപ ആദ്യം അടക്കാം, പിന്നെ 500 അടക്കാം. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്തൊരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ അവർ ഇങ്ങനെ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, അവരെ കൊണ്ട് കഴിയാഞ്ഞിട്ടല്ലേ അല്ലേ? അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പരിഗണന കൊടുക്കുക, അവർ കയറട്ടെ, അവർ പഠിക്കട്ടെ. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഏതൊരു വ്യക്തിയും സാമ്പത്തികമായിട്ട് വളരെ പിറകോട്ടാണ്. വളരെ അപൂർവം ആളുകൾ മാത്രമാണ് ഒരു മെച്ചപ്പെട്ട രീതിയിൽ ഉള്ളത്. അപ്പോൾ അവരെ കൂടി സഹായിക്കുക, അപ്പം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ അവരെ പുറത്ത് കൊടുന്ന് വളർത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ ഇത് ഓൺലൈന് പഠിക്കാൻ കഴിയുമോ? 500 രൂപക്ക് 6 മാസം കൊടുത്താൽ ഇത് ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ട് കൊടുക്കുകയാണോ അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ അവരെ ബോധ്യപ്പെടുത്താനേ ആദ്യം ഞാൻ ചെയ്യാറ്, ഞങ്ങളെ ക്ലാസ്സിൻ്റെ ഒരു സീക്രട്ട് വീഡിയോ ഉണ്ട്. നമ്മൾ ക്ലാസ്സിൻ്റെ വീഡിയോസുകൾ ഒന്നും തന്നെ പുറത്തുവിടാറില്ല. ഒരു വീഡിയോ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തിട്ട് നിങ്ങളിത് നോക്കിയിട്ട് ഇത് ചെയ്ത് നോക്കണം സ്വന്തം അളവിൽ. എന്നിട്ട് നിങ്ങളിതിൽ ഓക്കെ ആണെങ്കിൽ മാത്രമേ 500 രൂപ അടച്ച് കയറിയാൽ മതി. ഈ ഓൺലൈൻ കോഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നൊരു സംശയം വരും. അതായത്
ഇത് 500 രൂപ വെറുതെ ഒരു തട്ടിപ്പ് പരിപാടിയാണോ? അതായത് നമ്മൾ 500 രൂപ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് കയറി നോക്കും, അവസാനം നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരും. ഇങ്ങനെയാണെന്ന്. പക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ സ്റ്റിച്ചിങ് പോലത്തെ ഒരു കാര്യം, അതും A to Z, കമ്പനിയുടെ പേര് പോലെ A to Z എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക. അത് ശരിക്കും ബുദ്ധിമുട്ടായിരുന്നോ ഏതെങ്കിലും കാലഘട്ടത്തില്? ഫസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇതിപ്പം ഇവർക്ക് മനസ്സിലാവുന്ന ഒരു ഇതില്ലല്ലോ. നമ്മൾ ഈ സംഭവം തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഇനി ടീച്ചിങ്ങിന്റെ കഴിവുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയണമെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്യണ്ടേ. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ വീഡിയോ, ഈ പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ട് അത് ഞാൻ അങ്ങനെ കൊടുത്തിട്ട് അവരുടെ അടുത്ത് പറയണം, നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ സ്വന്തം അളവിൽ ചെയ്യണം, ആരും നിങ്ങൾ അതിനു വേണ്ടി പരീക്ഷിക്കരുത്, ചെയ്തിട്ട് നിങ്ങൾ സക്സസ് ആണെങ്കിൽ വരിക. അപ്പോൾ ഒരുപാട് കമന്റ് വന്നു, നല്ല ക്ലാസ്സാണ് മാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അവരാ ഇപ്പൊ ഞാനൊരു ടീച്ചറാണെന്ന് അവകാശപ്പെടണമെങ്കിൽ ഒരു സ്റ്റുഡന്റ് വളരണം അല്ലേ. അപ്പൊ സ്റ്റുഡന്റ് പറഞ്ഞ ധൈര്യത്തിലാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഇത് എനിക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഏറ്റവും സിമ്പിളായ രീതി എങ്ങനെയെന്ന് പിന്നെ ഞാൻ പഠിച്ചു. അത് ഞാൻ ട്രൈ ചെയ്തു. അതാണ് അവരെ പഠിപ്പിച്ചെടുത്തത്. അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ എത്രത്തോളം ഉള്ളറിഞ്ഞ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റിച്ചിങ്ങിന്റെ ടിപ്സ് ഒക്കെ എല്ലാവരും മറച്ചു വെക്കും. അതെന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ബിസിനസ്സാണ്, അവർക്ക് അത് പുറത്തു വിട്ട ഒരു പണിയല്ലേ. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. ടിപ്സ് ഞാൻ മറച്ച് വെച്ചിട്ട് ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ അവർക്ക് വളരാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്ത് മൈന്യൂട്ടായ കാര്യമായാലും അതിനെ ഞാൻ പോയിന്റ് ഇട്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർക്ക് അത് ക്യാച്ച് ചെയ്യാൻ കഴിയണതും എനിക്ക് ഈസി ആവുന്നതും. കാരണം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു നെക്ക് ചെയ്യുമ്പോൾ നെക്കിലുള്ള ഡൗട്ട്സുകൾ എന്താണെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മൾ ആ നെക്കിൻ്റെ ഡൗട്ട്സുകൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിടുകയാണ്. ഇങ്ങനത്തെ ഡൗട്ട്സുകളൊക്കെ നിങ്ങൾക്ക് തോന്നും, അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഡൗട്ട്സ് ചോദിച്ചു പിന്നെ അവർ നമ്മളെ വിളിക്കൂലല്ലോ. അപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത ഒരുപാട് പിന്നെ പുറത്തുള്ള വ്യക്തികളാണ് നമ്മൾ ക്ലാസ്സിൽ വരുന്നത്. ഒരു ഓഫ്ലൈൻ ആണെങ്കിൽ കാണാം, തമ്മിൽ കാണാം. അത് അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ വഴിയിൽ നിന്നൊക്കെ കാണുമ്പോൾ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് അറിയണത്. അവർ ഇന്നെ കണ്ടാൽ ആ ടീച്ചറെ ഞങ്ങളെ സ്റ്റുഡൻ്റാന്ന് പറയുമ്പോഴാണ് നമ്മൾ അറിയണത്. അപ്പോൾ അത്രയും നമ്മളെ കാണാത്ത സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മളെ ഓരോ വാക്കിലും വിശ്വസിച്ച് ആ പ്രവൃത്തി ചെയ്യാൻ അവർ കാണിക്കണേ ഒരു ഇതുണ്ടല്ലോ. അതന്നെയാണ് ഇതിൻ്റെ സക്സസ്. ഓരോ സ്റ്റുഡൻറ്റും പ്രയത്നിച്ചപ്പോഴാണ് A to Z എന്ന് പറഞ്ഞ സ്ഥാപനം വളർന്നത്. അതിൽ നമ്മൾ കൊടുത്ത ആ ടിപ്സും കാര്യങ്ങളും അവർ വിശ്വസിച്ച് നമ്മളെ കൂടെ നിന്ന്. അപ്പോൾ ഇപ്പൊ നിലവിൽ എന്തൊക്കെയാ തയ്ക്കാൻ പഠിപ്പിക്കുന്നത്? ഇത് ഈ 500 രൂപേൻ്റെ കോഴ്സ് പറഞ്ഞാൽ ഇതിൽ ഈ ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക്, അതിന്റെ എല്ലാ വേരിയേഷൻസും തന്നെ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും ആയല്ലേ. ചുരിദാർ, നൈറ്റി, ഫ്രോക്ക്, സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളും, പുരുഷന്മാരുടെ ഷർട്ട്, അത് പാന്റ്, ഷർട്ട്, അത് സെപ്പറേറ്റ് കോഴ്സാണ്. ശരി. അതായത് നിലവിൽ നമ്മൾ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് മോട്ടീവ്. അതിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഒരു ലേഡി ഇപ്പോൾ എനിക്കൊരു സ്വന്തമായിട്ട് ഒരു തൊഴിൽ തുടങ്ങണം, ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ ചിന്തിച്ചിരിക്കണ ഒരാളാണെങ്കിൽ നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലേഡീസിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പുറത്തേക്ക് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുകയാണ്. പൊതുവേ നമ്മൾ ടൈലറിങ് പഠിക്കാൻ പോയാൽ അവരൊരു കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക ഒരുപാട് കാലം പിടിക്കും, സമയം പിടിക്കും. ഇതിങ്ങനെ ട്രൈ ചെയ്ത് പരാജയങ്ങളിൽ നിന്നില്ല വിജയത്തിൽ അങ്ങനെ ഇതങ്ങനൊന്നുമില്ല. ഫസ്റ്റ് ടൈം അവരുടെ അടുത്ത് നമ്മൾ പറയാണ് ഇങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അവർ അതിലാണല്ലോ സ്റ്റാർട്ടിങ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഓൺലൈനിൽ പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് 500 രൂപയാണ് ഫീസ് വെച്ചേക്കുന്നത്. പക്ഷെ ഓരോ ദിവസവും വിലക്കയറ്റം കൂടുന്നു, കാര്യങ്ങളെല്ലാം കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഏതെങ്കിലും സമയത്ത് തോന്നിയിട്ടില്ലേ 500 രൂപ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ആണ്, അതിന് 6 മാസം പഠിപ്പിക്കല്, കുറച്ചെങ്കിലും പൈസ കൂട്ടിക്കൂടാ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ടാവില്ലേ? എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്. എന്റെ സ്റ്റുഡന്റ് തന്നെ പറയാറുണ്ട്, മാം ഇത്ര കുറഞ്ഞ പൈസക്ക് ഈ ക്ലാസ് കൊടുക്കരുത് കേട്ടോ. അത് അങ്ങനെ സ്റ്റുഡന്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അവർ പറയും. പക്ഷെ സാമ്പത്തികം ഇല്ലാത്ത ആളുകളും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മളെ കാര്യം മാത്രം അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഇനി ഒരുപാട് ഇൻകം ഉണ്ടാക്കണം, അങ്ങനെ തന്നെ വരിക. പക്ഷെ എവിടെയെങ്കിലും നമ്മളെ കൊണ്ടൊരു സഹായം ചെയ്യാം. നമ്മൾ ആരെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കുകയാണെങ്കിൽ ആ സാമ്പത്തികം കൊടുത്ത് അത് സ്റ്റോപ്പ് ആയാൽ അതോടുകൂടെ കഴിഞ്ഞില്ലേ. പക്ഷെ ഒരാൾക്കൊരു തൊഴിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഈ ഞാൻ ഇല്ലാത്തൊരു കാലഘട്ടത്തിലും എനിക്കിങ്ങനെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കുണ്ടാവുമല്ലോ മനസ്സിൻ്റെ ഉള്ളിൽ, നമുക്ക് എന്തായാലും ഒരാളോടൊരു കാരുണ്യം ഉണ്ടെങ്കിൽ ദൈവം അതിനൊരു വഴി നമുക്ക് തരും, അത് പുറത്തേക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള. അപ്പോൾ ദൈവാനുഗ്രഹമാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലൊക്കൊരു ഇൻകത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു ഫീ കൂട്ടി ഇൻകം കൂട്ടണം അങ്ങനെ ചിന്തിച്ചിട്ടില്ല. മിക്ക ആളുകളും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഒരു 1.5 മാസം 2 മാസം ആകുമ്പോഴേക്കും ചാർട്ട് ചോദിക്കും. എന്ത് ചാർട്ട്? പ്രൈസ് ചാർട്ട്. പ്രൈസ് ചാർട്ട്. അതായത് ഓരോന്ന് തയ്ക്കുന്നതിന് നമ്മൾ എത്ര രൂപ അതെ വാങ്ങണം, അവർക്ക് പുറത്തുനിന്ന് വാങ്ങാന്. അത് ശരി, അത്രമാത്രം എക്സ്പേർട്സ് ആക്കോ? ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത് എത്രയോ പേര് നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇത്ര അധികം സ്റ്റുഡന്റിനെ നിലവിലുണ്ടെങ്കിൽ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോണത് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ഉണ്ട് അതിന്റെ പിന്നിൽ. ഇപ്പൊ നമ്മളെ സ്റ്റാഫ് ആയാലും വളരെയധികം അതിനു വേണ്ടി എന്റെ വിളിക്കണ സ്റ്റുഡൻസ് ഒക്കെ എൻ്റെ അടുത്ത് പറയല് ഇത് തന്നെയാണ്. ടീച്ചറെ നമ്മളെപ്പോ വിളിച്ചാലും നമ്മൾ ഫോൺ എടുക്കും, റിപ്ലൈ കൊടുക്കും, ഇപ്പൊ എത്ര തിരക്കായാലും. അപ്പോൾ അതേപോലെ തന്നെയാണ് സ്റ്റാഫും.
അവരും അതേപോലെ ആ ഒരു കാര്യത്തെ മാനേജ് ചെയ്യണോണ്ട് അവർ പറയും ടീച്ചറെ പോലെ നല്ല ക്ഷമമുള്ള കുട്ടികളാണ് ടീച്ചറെ കൂടെ ഉള്ളത്. അപ്പൊ അവരെ ഒരു സപ്പോർട്ടും കൂടെയാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഒരു സംഭവം സക്സസ് ആക്കി എടുക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അതൊക്കെ കൂടെ ഉള്ളതാണ് ഇതിന്റെ സക്സസ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഓഫ്ലൈന് നമ്മൾ കൂടെ നിന്നെങ്കിൽ പഠിക്കേ ഉള്ളൂ. പക്ഷെ ഓൺലൈൻ അങ്ങനെയല്ല. ഇതിന്റെ ആവശ്യമുള്ളവര് മടിയുള്ള ഒരാൾ ഞാനതിൽ പറയണില്ല. മടി നമുക്കൊരു ടീച്ചർക്ക് എന്തെങ്കിലും പരിമിതികളുണ്ടല്ലോ. അതെ, പക്ഷെ മടിയില്ല. എനിക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ തുടങ്ങണം, സ്വന്തമായിട്ടൊരു വരുമാന മാർഗം വേണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ക്ലാസ് കൊണ്ട് അവർക്ക് ഗുണം ഉണ്ടായിരിക്കും. ചിലരൊക്കെ ഈ ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് ജോലി ചെയ്യണവരുണ്ട്. അവരൊക്കെ രാവിലെ 5 മണിക്കൊക്കെയാണ് കാര്യങ്ങൾ ചോദിക്കുക. അത് ശരി. അപ്പൊ നമ്മൾ ആ സമയം തൊട്ടേ എഴുന്നേറ്റിരുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കണം. അവരെ റിപ്ലൈ കൊടുത്തിരിക്കും. അപ്പൊ എന്റെ അടുത്ത് അവര് ഇങ്ങനെ വോയിസ് ഇട്ട് വെക്കും, മാം പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ മാം എപ്പോഴാണോ ഫ്രീ ആണോ ആ സമയത്ത് റിപ്ലൈ തന്നാൽ മതി. പക്ഷെ അവർക്കൊരു പ്രതീക്ഷ ഉണ്ട്, ആ സമയത്ത് അവർ ആ കട്ട് ചെയ്യേ ഒക്കെ ചെയ്യായിരിക്കും. അപ്പൊ ആ സമയത്ത് ഇതിന്റെ ഒരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഇത് മതി. അപ്പൊ അത് നമ്മള് ആ സമയത്ത് പോലും ഞാനത് ഉപയോഗപ്പെടുത്താറുണ്ട്. അവരെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സമയം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതൊരു വിഷമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ പറയല് മെസ്സേജ് അയച്ച് എന്നെ വെയിറ്റ് ചെയ്യരുത്, എന്നെ കോൾ ചെയ്തോളൂ എന്നാ പറയാ. കാരണം ഞാൻ എന്റെ കിച്ചണിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ എന്റെ കോൾ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാലോ, ഒരു കുഴപ്പമില്ലല്ലോ. ആ സ്ഥാനത്ത് നമ്മൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഓപ്പൺ ആക്കി നോക്കണം. അപ്പൊ മക്കള് ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ മക്കള് ഫോൺ ഓണാക്കി ഇവിടെ കൊടുന്ന് വെച്ചുതരും. അത് വിളിക്കുന്നുണ്ട്, അപ്പൊ ഓക്കെ ആ സമയം ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ചിലര് പറയും ഓൺലൈനിൽ വന്നിട്ട് ഇങ്ങനെ പഠിക്കാൻ കഴിയുന്ന ഒട്ടും പ്രതീക്ഷയില്ല. 500 രൂപക്ക് തരുന്ന ക്ലാസ് എന്തോ ഒരു തട്ടുകൂട്ടാന്ന് വിചാരിച്ച് കയറിയതാണ്. 500 പോവുള്ളൂ അങ്ങനെയൊക്കെ പറയണവരുണ്ട്. ഓഫ്ലൈനിൽ പഠിച്ച് എന്ത് ചെയ്തിട്ട് ശരിയാവുന്നില്ല, ഒരു തയ്യൽ പഠിപ്പിക്കുന്ന ആളുടെ അടുത്ത് പോയി പഠിച്ചിട്ട് ഒന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് ഓൺലൈനിൽ യാതൊരു വിശ്വാസവും ഇല്ലാതെ ചേരുന്നവരുണ്ടോ? എത്രയോ പേരുണ്ട്. ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ വരുമ്പോഴും ഒരാളെ മെസ്സേജ് എന്താന്ന് വെച്ചാല്, എനിക്ക് ഒരു ധൈര്യമല്ല, 500 ആയാലും പോവോ മാം അങ്ങനെ ചോദിച്ചിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അവരോട് എന്താ ആദ്യം കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യം? ഈ ക്ലാസ് കണ്ട് കൊടുക്കും ഫസ്റ്റ്. ഈ പാന്റിന്റെ ക്ലാസ് കണ്ടിട്ട് ചെയ്തിട്ട് അത് അവരിട്ട് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം കയറിയാൽ മതി. 500 പോകും വിചാരിച്ച് വെവലപ്പെട്ട് കയറേ വേണ്ട. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം ഇന്നെ കാണിച്ചിട്ടില്ലായിരുന്നു. കാരണം എനിക്കങ്ങനെ പ്രസന്റിൽ വരാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ ക്ലാസ് പുറത്ത് ഓൺലൈനിലിട്ടു. ഞാൻ ആളുകളെ കമന്റ് എങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ക്ലാസ് ഒരു ഓക്കെ ആണെന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്രത്തോളം ആളുകൾ പോസിറ്റീവ് കമന്റ് ഇട്ടാല് പിന്നെ നമുക്ക് ആർക്കും കൊടുക്കാലോ. സത്യം പറയട്ടെ, ഇപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരാളാണ്, എന്നെ കൊണ്ട് ഈ ടൈലറിംഗ് എന്ന് പറയുന്ന ഏരിയ എനിക്ക് ഒരു എക്സ്പേർട്ടീസും ഇല്ലാത്ത ഏരിയ ആണ്, ഒരിക്കലും ഞാൻ അതിലേക്ക് ശ്രമിക്കുകയേ ചെയ്യരുതെന്ന്. എന്റെ ഉള്ളിൽ എനിക്കൊരു തോന്നലുണ്ട്. ഇപ്പൊ ഈ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഞാനും എനിക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു ഡ്രസ്സ് തയ്ക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നു. അങ്ങനെ അത് സത്യമാണോ? ഉറപ്പായിട്ടുണ്ടാവും. ആണോ? ഓ അത് ശരി. അത് നമ്മള് അങ്ങനെ വെറുതെ പറയല്ല. ക്ലാസ്സിൽ വന്ന സ്റ്റുഡന്റിന്റെ അനുഭവം നമ്മള് കേൾക്കുമ്പോ ടീച്ചർ എന്ന നിലയിൽ ഞാൻ ഭയങ്കര അഭിമാനമാണ് എനിക്ക്. പക്ഷെ അതിലുപരി ഞാൻ കോൺഫിഡന്റ് ആണ്. ആരെടുത്തു അവരെ വാർത്ത എടുത്തിരിക്കും എന്നുള്ള ഒരുപാട് പേര് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കണവരുണ്ട്, സ്വന്തമായിട്ടൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ക്ലാസ്സിൽ വന്നിട്ടാണ് അതിനുള്ള ധൈര്യം ഉണ്ടായി എന്നുള്ള. അത് ഭയങ്കര വലിയ കാര്യം. അതെ, കോൺഫിഡന്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. ഞാൻ ഇവിടെ ഇരുന്നിട്ട് അവരുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ കട്ട് ചെയ്തോളി എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് കട്ട് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ ക്ലാസ്സിന്റെ വിജയം തന്നെയാണ്. സത്യമാണ്. നമുക്ക് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മയുടെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എന്റെ മോന് ചെറുതാവുമ്പോഴാണ് ഞാൻ ഒരു മേഖലയ്ക്ക് വന്നിട്ടുള്ളത്, സ്റ്റിച്ചിങ്ങിന്റെ മേഖലയ്ക്ക്. അത് എത്ര വർഷം മുൻപാണ്? 15 വർഷം മുമ്പ്. 15 വർഷം മുമ്പ്. മോന് 3 മാസം പ്രായമായപ്പോഴാണ് ഈ മേഖലയ്ക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ എൻ്റെ അയൽപ്പക്കാരൊക്കെ ചോദിച്ചതിൻ്റെ അടുത്ത് സ്റ്റിച്ചിങ് പഠിപ്പിക്കോ? അപ്പോൾ ഞാൻ ആദ്യം ഒരാളെ പഠിപ്പിച്ചു, പിന്നെ 2 ആളെ 3 ആളെ അങ്ങനെ കൂടുതൽ ആളുകളെ 7 വർഷത്തോളം ഞാൻ പഠിപ്പിച്ചു. അല്ല, അപ്പോഴും ഈ കുടുംബത്തിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? അതായത് നമുക്ക് പെട്ടെന്ന് ഒരു ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാഥാസ്ഥിതിക, ഒരു റിസർവ്ഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സ്ത്രീയോട് പെട്ടെന്ന് ഓക്കെ നീ ചെയ്തോ എന്ന് പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടീവ് ആകാൻ സാധ്യതയില്ലല്ലോ. ചിലപ്പോൾ ചില പ്രതിബന്ധങ്ങളൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ടാവില്ലേ? നമ്മുടെ വീട്ടിൽ നിന്നോ വേണോ അത് ചെയ്യണോ, നമുക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിട്ടിട്ടില്ല? അങ്ങനെ ഒരു സംഭവമില്ല. എല്ലാവരും സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ്. ഇനിയിപ്പോ പുറത്തേക്ക് പോയാലും ഞാനാണ് പൊതുവെ ഇങ്ങനെ പിറകോട്ട് ഇരിക്കണം എന്ന് ചിന്തിക്കുന്നത്. എന്റെ ഹസ്ബൻഡിന് അങ്ങനെ ഒന്നുമില്ല. അത് ശരി, പുറത്തോട്ട് വരുന്നത് സന്തോഷമുള്ളൂ. ഞാൻ ഒരു പക്ഷെ എന്റെ കുടുംബാന്തരീക്ഷം എന്റെ വീട്ടില് ഇഷ്ടമില്ല. എന്റെ ബ്രദേഴ്സിനൊന്നും അങ്ങനെ ലേഡീസ് പുറത്തു പോകാനൊന്നും ഇഷ്ടമില്ല. അപ്പൊ എന്റെ വീഡിയോ തന്നെ അവരാരും കാണൂല.
അവർക്കൊന്നും പക്ഷെ അവർക്ക് നമുക്ക് തയ്ച്ചു കൊടുക്കാം അല്ലെ? തയ്ച്ചു കൊടുക്കുന്ന സാധനം അവർക്ക് ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഒരു 2.5 മാസം ആയുള്ള കുഞ്ഞിന്റെ അമ്മ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുക, ഒരു മണിക്കൂർ നമുക്ക് കുഞ്ഞിനെ മാറി നിൽക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ 3 മാസമുള്ള കുഞ്ഞിനെ ഇട്ടിട്ട് എങ്ങനെയാണ് നമ്മൾ ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്യുന്നത്? അതായത് നമുക്ക് നമ്മുടെ മറ്റേ മോം ഗിൽറ്റ് ഒരു സൈഡിൽ, അയ്യോ കുഞ്ഞിനെ ഇട്ടല്ലോ ഒരു തോട്ട്, അതേസമയം നന്നായിട്ട് തയ്ക്കണം എന്നുള്ള ചിന്ത മറ്റൊരു സൈഡില്, അതെങ്ങനെ മാനേജ് ചെയ്തേ? അന്ന് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. അത് ദൈവാനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും പുറത്തേക്ക് പോകാൻ ആഗ്രഹമില്ലാത്ത ഞാൻ ഒരു ഷോപ്പിൽ, അതൊരു കാക്കാന്റെ കീഴിൽ 3 മാസം ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഹസ്ബൻഡിനും താല്പര്യമില്ല, എൻ്റെ കുടുംബപരമായിട്ടും താല്പര്യമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഹസ്ബൻഡിൻ്റെ അമ്മ ഓക്കെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ഞാൻ അങ്ങോട്ട് പോയി. അത്ര ചിന്തിക്കാൻ പറ്റുള്ളൂ ആ കാര്യത്തിൽ. പക്ഷെ അന്ന് അവിടെ പോയതുകൊണ്ടാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കാക്ക. എല്ലാ കാര്യങ്ങളും മൈന്യൂട്ടായത് അടക്കം. അങ്ങനെയല്ല, ഇനി എന്തായാലും നമ്മുടെ അടുത്ത് പറഞ്ഞു തരൂല, സാധനം തിരിച്ചു തരും. നമ്മളിങ്ങനെ നോക്കിയിട്ട് നമ്മൾ പിന്നെ അത് ഇവിടെ റെഡിയാവാത്ത, അങ്ങനെ ടെൻഷനായിട്ട് അത് കണ്ടുപിടിക്കണം. ആ കണ്ടുപിടുത്താണ് നിൻ്റെ ലൈഫിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്താലും ഞാൻ ഇവിടെ ഇരുന്നിട്ടാലോ ഫോട്ടോ കണ്ടാൽ അതിലുള്ള മിസ്റ്റേക്ക് തിരിച്ചറിയാൻ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. അത് അന്ന് അങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടാ. അത് ക്ലാസ് ആയിട്ടല്ല, ഒരു ഷോപ്പിൽ ജോലി ചെയ്യാൻ പോയ ആളാണ് ഞാൻ 3 മാസം. നിങ്ങൾ ചോദിച്ച പോലെ മോനിട്ട് പോയാൽ നമുക്ക് സങ്കടം ഉണ്ട്. പക്ഷെ ഹസ്ബൻഡിന്റെ അമ്മ, എൻ്റെ മോള്, പക്ഷെ മകനെ വളർത്താനുള്ളൊരു വരുമാനം നമ്മൾ കണ്ടെത്തി അല്ലേ? നമ്മളിപ്പോ പുറത്തുനിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഒരു സ്റ്റിച്ച് ചെയ്ത ഒരു ചുരിദാർ വാങ്ങാൻ പോലും ആകും ഒരു മിനിമം ഒരു 1000 രൂപ. 1000 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു മിനിമം റേറ്റ് എന്ന് പറയുന്നത്. അതിൽ താഴെയുള്ള ചുരിദാറുകൾ എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായിട്ടേ കണ്ടു കിട്ടാൻ പോലും ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ 500 രൂപയ്ക്ക് കോഴ്സ് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? എല്ലാവരും ഇങ്ങനെ ചോദിക്കും, ഇതന്നെയാണ് പറ്റിപ്പാണോ എന്ന്. അതന്നെയാണ് പ്രതികരണം കാര്യമായിട്ട്. ആണ് ഇങ്ങനെ ചോദിക്കുമ്പോഴേ പല ആളുകളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ചോദ്യം, തട്ടിപ്പാണോ പറ്റിപ്പാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏതെങ്കിലും സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്? അല്ല, അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, സ്വന്തമായിട്ട് സ്ഥാപനം ഇല്ലാഞ്ഞിട്ടാണ് അങ്ങനെ ആളുകളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയാത്തത്. ഐഡന്റിറ്റി ഇല്ല, വീട്ടിലിരുന്നിട്ടല്ലേ ചെയ്യണത്. ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലിരുന്നിട്ടാണ്. അപ്പൊ ഐഡന്റിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലും ചോദിക്കുമല്ലോ. അപ്പൊ ഇപ്പൊ അടുത്തൊരു ദിവസം ഒരു വീഡിയോന്റെ താഴെ, ടേണിംഗ് പോയിന്റിന്റെ വീഡിയോന്റെ താഴെ കമന്റ് ഇട്ടാണ് ഒരു ലേഡി കമന്റ് ഇട്ടു, ഞാൻ ഫസ്റ്റ് ടൈം ഇവരായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു, അന്ന് ഇവർക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ജോയിൻ ചെയ്യാഞ്ഞത്. അപ്പോൾ അത് സത്യമാണ്. ഇപ്പൊ ഞാൻ അന്ന് ചിന്തിച്ച കാര്യമാണ് ഈ കമന്റിലൂടെ വന്നത്. അപ്പൊ പിന്നീടാണ് ഞാനൊരു ഷോപ്പ് ഇടണമെന്നും അതിനൊരു സർട്ടിഫിക്കറ്റ് വെച്ച് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു കാര്യം അങ്ങനെ വന്നപ്പോഴാണ് ഇതൊരു ജെനുവിനാണ്. പിന്നെ കുടുംബശ്രീ സംരംഭം പറഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്താലേ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ, കമ്പനി തുടങ്ങാനുള്ള. അതെ, എന്ത് സ്ഥാപനമായാലും. അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റ് ആണല്ലോ നമ്മളെ ബലം. അപ്പൊ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടായല്ലോ. അപ്പൊ അത് ഓക്കെ, അത് പിന്നെ ഇപ്പൊ കേരളത്തിൽ എവിടെ പറഞ്ഞാലും ആളുകൾക്ക് അത് മനസ്സിലാവുമല്ലോ. അപ്പൊ അത് തന്നെയാണ് നമ്മളെ സ്റ്റാർട്ടിങ്. നമ്മളുടെ പല സ്ത്രീകളും അതിനുശേഷം നമ്മളോട് വന്നിട്ട് അവരുടെ ജീവിതം മാറി മറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുണ്ടാവില്ലേ? അതായത് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു വരുമാനം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കുടുംബത്തിലൊരു വില ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇവക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് തഴഞ്ഞിട്ടിരുന്ന സ്ത്രീകള് ഇങ്ങനൊരു ജോലി പഠിച്ച് സ്റ്റിച്ചിങ് ഭംഗിയായിട്ട് ചെയ്ത് അവരുടെ ജീവിതം മാറി മറിയുമ്പോൾ, മനോഹരമാകുമ്പോൾ നമ്മുടെ അടുത്ത് വീണ്ടും വന്ന് സംസാരിക്കില്ലേ അല്ലേ? അങ്ങനെ ഒരു കഥ പറയാനുണ്ട്. ഇപ്പൊ കാസർഗോഡ് നിന്ന് വന്നിരുന്നു ഒരു പിന്നെ ഹസ്ബൻഡ് വൈഫും കൂടെ വന്നത്. അവർക്ക് ഇന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്താ പറയാ, ആ ഒരു മൂമെന്റ് നമുക്ക് പറയാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ അവരെ ലൈഫിൽ എത്രയോ മാറി. അവർ പറയാം എന്നും ടെൻഷനായിരിക്കുകയാണ്, പിന്നെ അതിൽ നിന്നൊക്കെ എത്രയോ ഞാൻ മാറി. ഒരു ലേഡീനെ വിളിച്ചിട്ടുണ്ട്, ഭയങ്കര ഹേർട്ടായി എനിക്ക്. അവരെ മോന് ഒരു 11 വയസ്സായപ്പോൾ മരിച്ചു പറഞ്ഞു. അപ്പോൾ മാനസികമായിട്ട് ഭയങ്കര വിഷമായി. പിന്നെ എപ്പോഴും ഇങ്ങനെ തലടിച്ച് വീഴുക, അങ്ങനെ ആയിട്ട് പിന്നെ ഞരമ്പിന് കംപ്ലൈൻ്റ് ആയി, ഓപ്പറേഷനായി. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് മരിച്ചു. ഈ 2 മരണം കൂടെ മനസ്സിനെ വല്ലാണ്ട് തളർത്തി. പിന്നെ അപ്രതീക്ഷിതമായിട്ട് യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അങ്ങനെ എന്നെ വിളിക്കുക ചെയ്യണത്, എന്നെ ക്ലാസ്സിലൊന്ന് ജോയിൻ ആക്കി തരുമോ, എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് പഠിക്കാൻ കഴിയുമെന്നൊന്നും അറിയില്ല. അപ്പം എൻ്റെ അടുത്ത് പറയും, ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട്, ഞാൻ കുറേ മാനസികപരമായിട്ട് ഹാപ്പിയാണ്. അതൊക്കെ നമുക്ക് ഉള്ള നേട്ടങ്ങളാണ് ലൈഫിൽ. ഈ ഒരു കോഴ്സ് പഠിപ്പിക്കുക എന്ന് പറയുന്നത്, നമ്മള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതിനേക്കാളൊക്കെ 100,000 മടങ്ങ് ഇരട്ടിയല്ലേ അത് കഴിവ് പഠിപ്പിച്ചു കൊടുക്കുക. കഴിവ് പഠിപ്പിക്കുക. പിന്നെ ഒരു കണ്ണൂരിൽ നിന്ന് ഒരു അമ്മ വിളിക്കാറുണ്ട്, എപ്പോഴും വിളിക്കും. അപ്പൊ മക്കളൊക്കെ അമ്മ വിളിക്കുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്, വലിയ മക്കളാ, കല്യാണം കഴിച്ച മോനൊക്കെ ഉണ്ട്. മോൻ പറയും, നിങ്ങൾ ആംഹോള് ചെസ്റ്റ് ഇതൊക്കെ എനിക്ക് അറിയാട്ടോ, അമ്മന്റെ വീഡിയോ ഞങ്ങളോട് കാണാറുണ്ട്. അമ്മ എപ്പോഴും ടെൻഷനിലായിരുന്നു, നിങ്ങളെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അമ്മ എന്നെ മാറി, പാൽപ്പായസം കൊണ്ട് ഞങ്ങൾ വരുന്നുണ്ട്. അത് ശരി. ഇത് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമല്ലേ? അതായത് അങ്ങനെ എത്രയോ കമന്റ് ഡെയിലി വരും, എത്രയോ പേര് വിളിക്കും. നേരിട്ട് വരുന്ന കുറെ പേരുണ്ട്. അപ്പൊ കുറെ പേരിന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എവിടെയാണ് സ്ഥലം, ഞാൻ വരും, കാണാൻ വരും. ദുബായിന്ന് ഒരാൾ, തൃശ്ശൂരാണ് ആളെ വീട്, ദുബായിലാണ് വർക്ക് ചെയ്യണത്.
എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ ചേർന്നുണ്ട്, ഒരുപാട് തവണ ട്രൈ ചെയ്തതാണ് ഈ കേസ്, പക്ഷെ വിജയിച്ചിട്ടില്ല പഠിക്കാന്നുള്ളത്. പക്ഷെ മാം പറഞ്ഞ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ കയറുകയാണ്. 500 രൂപന്റെ അല്ല, മാമിന്റെ വാക്കിലാണ് വിശ്വാസം. അപ്പോൾ ഞാൻ പിന്നെ ചുരിദാർ അടിച്ചിട്ടിട്ട് ഞാൻ ഇവിടെ കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ വരല് ഷോപ്പിലായിരിക്കും. അത്ര എനിക്കിതിൽ സന്തോഷമായിരിക്കും. പക്ഷെ നടക്കുവോ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്നെ ടിക്കറ്റ് എടുത്തോളി. അത് ശരി. നമ്മളെ ചുരിദാർ തയ്പ്പിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസിക് ആയിട്ട് ചുരിദാർ തയ്ക്കുക എന്നുള്ളതാണോ? അതിൽ നമ്മളിപ്പോ കുറെ എംബ്രോയിഡറി വർക്കുകളൊക്കെ ചെയ്യില്ലേ? അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കുമോ? ഓ, നമ്മൾ ആരി വർക്ക് ഉണ്ട്, ഹാൻഡ് എംബ്രോയിഡറി ഉണ്ട്, ഇതൊക്കെ സെപ്പറേറ്റ് കോഴ്സാണ്. ഏതെടുത്താലും ഒരു 500 രൂപക്ക് കിട്ടും അവർക്ക്. അവർക്ക് എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അത് 500 രൂപ കിട്ടും. അപ്പൊ ഇപ്പൊ നമ്മളടുത്തേക്ക് ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു തൊഴിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ വന്നാൽ അവർ ആദ്യം നമ്മൾ ഈ ക്ലാസ്സിലാണ് ഇടുക, ലേഡീസിന്റെ കോഴ്സിൽ. അപ്പൊ അവര് ഒരു തൊഴിൽ മാർഗം കണ്ടെത്താൻ ഉള്ള ഇതിലെത്തി അവര്. നെക്സ്റ്റ് അവർക്ക് അതൊന്ന് ഡെവലപ്പ് ആവും. അങ്ങനെ വരും. ഇപ്പൊ ഒന്നുകൂടി മെച്ചപ്പെട്ട ഒരു ക്ലാസ് എനിക്ക് വേണം എന്ന് വെച്ചാൽ പാന്റും ഷർട്ടും വേണം, കോട്ട് സ്കേർട്ട് വേണം, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവർ 500 രൂപ കൊണ്ട് അടച്ചിട്ട്, അതായത് അപ്പം മൊത്തത്തിൽ നമ്മളൊരു 1000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ തുണികൾ വസ്ത്രങ്ങളിൽ നിന്ന് മാത്രമല്ല, ഇങ്ങനെ പാന്റും ഷർട്ടും കോട്ടും സ്യൂട്ടും ഒക്കെ തയ്ക്കാം അല്ലേ? അത് ശരി. ഇതെല്ലാം ഉമ്മ എങ്ങനെയാ ഇതെല്ലാം പഠിച്ചത്? ഇത്ര എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ എവിടെയെങ്കിലും പഠിക്കണ്ടേ? ഞാൻ പറഞ്ഞല്ലോ ഉമ്മ ടൈലർ ആയിരുന്നു. ആ ഒരു കഴിവ് നമ്മൾ ഉള്ളിൽ ഉണ്ടായിരിക്കും. പിന്നെ ഈ കാക്കാന്റെ ഷോപ്പിൽ പോയപ്പോ ഉണ്ടായ മാറ്റങ്ങൾ എന്റെ ലൈഫിൽ മറ്റ് പലതും പഠിക്കണം എന്നുള്ള ഒരു ഇതുണ്ടാക്കി. പിന്നെ ഞാൻ മോനൊക്കെ വലിയ കുട്ടി ആയതിനു ശേഷം അരീക്കോട് ഒരു ഷോപ്പിൽ നിന്നാണ് പാന്റും ഷർട്ടും പഠിച്ചത്. അത് ഒരു ദിവസം ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ദിവസം പഠിച്ചത്. ഒരു ദിവസം കൊണ്ടോ? ഒരു ദിവസം കൊണ്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ സത്യത്തിൽ അത്? അതോ നമുക്ക് ഇതിനെ കുറിച്ച് നല്ല ഗ്രാഹ്യം ഉള്ളത് കൊണ്ട് പോയി ഇരുന്നപ്പോ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി? അതങ്ങനെയല്ല, അതാ കാക്ക സത്യസന്ധമായി പറഞ്ഞതുകൊണ്ടാണ്. കറക്റ്റ് എന്ത് സംഭവിക്കണെന്നുള്ള കാര്യം ഓരോന്നിനും നമ്മളെ ബോഡിയിലെ മെഷർമെന്റ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാവർക്കും ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ ഈ ഒരാളെ ബോഡിയിൽ അളവെടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും ആ അളവിൽ നിന്ന് എന്ത് ചെയ്യണം. ഇപ്പൊ ഒരു കാര്യത്തിൽ ഇങ്ങനെ ചെയ്യണം പറഞ്ഞാൽ നമ്മൾ ഓക്കെ അല്ലേ? നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. അങ്ങനെ സത്യസന്ധമായിട്ട് കാക്ക കറക്റ്റ് ആയിട്ട് ഒരു കസ്റ്റമർ ഡ്രസ്സ് കട്ട് ചെയ്യുമ്പോൾ ഇന്നെ അവിടെ നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, സ്റ്റിച്ചിങ് കാണിച്ചു തന്നു. പിറ്റേന്ന് മുതൽ ഞാനത് ട്രൈ ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം. അവിടെ ഷോപ്പിൽ പോയിട്ട് തന്നെ ചോദിക്കും. എപ്പോഴെങ്കിലും അരീക്കോട് പോണ സമയത്ത് ചോദിക്കും. അപ്പൊ അത് ക്ലിയർ ചെയ്യും. അങ്ങനെ അതിന് റെഡിയാക്കി എടുത്തതാണ്. ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം, ഒരു ചുരിദാർ തയ്ക്കുമ്പോൾ എല്ലാരും വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണ്? ഇത് കറക്റ്റ് ആയിട്ട് നെക്ക് റെഡി ആയി വരൂല, സ്ലിറ്റ് റെഡി ആയി വരൂല. നമ്മൾ ശരിക്കും ഒരു ചുരിദാർ നോക്കുമ്പോൾ ആദ്യം നോക്കല് എന്താ? ഒന്ന് നെക്കും 2 സ്ലിറ്റും ആണ് അത് വരിക. അപ്പൊ നെക്ക് ചെയ്യുമ്പോൾ അതിന് കുറച്ച് സീക്രട്ട് കാര്യങ്ങളുണ്ട്, ടിപ്സ് ഉണ്ട്. അത് മനസ്സിലാക്കിയാൽ സിമ്പിളാണ്, അടിപൊളിയാക്കാൻ പറ്റും. സ്ലിറ്റും അങ്ങനെ തന്നെ. ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞു തരുമോ? നെക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെന്ററിൽ ഒരു ലൈൻ ഇടുക എന്നുള്ളതാണ് നെക്കിനെ കറക്റ്റ്. അപ്പോൾ നെക്കിന്റെ സെന്ററും ക്ലോത്തിന്റെ സെന്ററും ഒരു സ്ഥലത്ത് നിന്നിരിക്കണം. പിന്നെ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും സ്റ്റാൻഡ് പൊക്കുക എന്നല്ലാതെ സൂചി പൊക്കാൻ പാടില്ല. അത് പെർഫെക്ഷനെ ബാധിക്കും. ഞാൻ വേറെ സംശയം ചോദിക്കട്ടെ, ഇപ്പോൾ പലതരത്തിലുള്ള തയ്യൽ മെഷീനുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മൾ ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ എംബ്രോയിഡറി അടക്കമുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ പറ്റുന്ന 1 ലക്ഷം രൂപയുടെ മെഷീനൊക്കെ ഞാനിങ്ങനെ ഈ ഓരോ ഡിജിറ്റൽ ഷോപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മെഷീനുകൾ വരുന്നത് ഈ കൈത്തൊഴിലായിട്ട് ഇത് ചെയ്യുന്നവർക്കൊരു വെല്ലുവിളിയാണോ? അല്ല, ഇപ്പോൾ എന്തിനുണ്ടല്ലോ ഒരു അഡ്വാൻസ്ഡ്. നമ്മളിപ്പോ പഴയ രീതിയിൽ കോവിഡ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചില്ല നമ്മളെല്ലാവരും തകർന്നു പോയെന്ന്. പക്ഷെ അത് നമുക്ക് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കി തരല്ലേ ചെയ്തത്. അതേപോലെ ഓരോന്നിനും അതുകൊണ്ട് ഗുണങ്ങളുണ്ട്. ആർക്കും വെല്ലുവിളിയല്ല, അതൊക്കെ അവർക്ക് തന്നെ ഗുണം ചെയ്യും. അവരതിനെ കുറിച്ചൊന്ന് പഠിക്കാൻ തയ്യാറായാൽ അവർക്ക് കൂടുതൽ ഈസി ആവും, ഒന്നുകൂടി മെച്ചപ്പെടാം. ആണ് ഇപ്പൊ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ, അതായത് ഇപ്പൊ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു മെഷീൻ വാങ്ങട്ടെ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ കുട്ടികൾ വന്ന് ചോദിക്കാറുണ്ടോ, പഠിക്കുന്ന കുട്ടികൾ? ഹാൻഡ് എംബ്രോയിഡറി പറയുമ്പോൾ പിന്നെ നമ്മൾ മെഷീൻ എംബ്രോയിഡറിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ഒരു വലിയ ചെലവുകളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ ഹാൻഡ് എംബ്രോയിഡറി പഠിക്കായിരിക്കും ബെറ്റർ. ഈ ചെലവുകൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ ഇത് മെഷീൻ വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ അതിന് കഴിയുന്ന ഒരാളല്ലേ അതിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അപ്പൊ അവരെ നമ്മൾ ആദ്യം സപ്പോർട്ട് ചെയ്യൽ ഏതാണ്? ചെലവില്ലാതെ കാര്യത്തിനാണ്. പിന്നെ ഒന്നും അറിയാതെ, ഇപ്പൊ മെഷീൻ തയ്യലിനെ കുറിച്ച് ഒന്നും അറിയില്ല, മെഷീൻ കണ്ടിട്ട് പോലും ഇല്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം 3 വീഡിയോ സെപ്പറേറ്റ് കൊടുക്കും ക്ലാസ്സിൽ കയറുന്ന മുമ്പ്. അപ്പോൾ എന്നിട്ട് അവരുടെ അടുത്ത് മെഷീൻ വാങ്ങാൻ പറയും. വാങ്ങണ മെഷീൻ ഏതാണോ അതിന് ഫോട്ടോ ഇട്ട് തരാൻ പറയും. ആ മെഷീൻ എങ്ങനെ പ്രവർത്തിപ്പിച്ച് തുടങ്ങണം, പിന്നെ അതിൽ തുണി എങ്ങനെ പ്രസന്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഓരോ വീഡിയോ ആയിട്ട് കൊടുത്ത് ഈ പാൻറ്റിന്റെ ക്ലാസ്സും കൂടി കൊടുത്ത് അതൊക്കെ ചെയ്തതിന് ശേഷം ക്ലാസ്സിലേക്ക് ജോയിൻ ആക്കും.
ഈ ജോലി തുടങ്ങി ഇങ്ങനെ നമ്മൾ ഓൺലൈൻ കോഴ്സ് പഠിപ്പിക്കാൻ തുടങ്ങി, നമ്മളുടെ തന്നെ ജീവിതം മാറി മറിയലായിരുന്നു. നമ്മൾ തന്നെ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ പണ്ട് എന്തായിരുന്നു ഇന്ന് എന്താണെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല, ഒരു 7 വർഷം മുമ്പ് ഞാൻ അമ്മനോട് ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വരില്ല, ഞാൻ സ്ക്രീനിന്റെ പുറകിലേ നിൽക്കുള്ളൂ എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഇന്ന് ഇങ്ങനെ മുന്നിൽ വന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കാനുള്ള ഒരു ധൈര്യം വന്നില്ലേ? ഇതുപോലെ എന്തൊക്കെ മാറ്റാണ് സ്വന്തം ജീവിതത്തിൽ ഉണ്ടായത്? ഇതാണ് എന്റെ ഏറ്റവും വലിയ മാറ്റം. വീണനെ പോലെ ഒരാളെ കണ്ടെത്തുക, കാണാൻ കഴിയുക, നിങ്ങളെ മുന്നിൽ വന്ന് ഇരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ടൊക്കെ ഞാൻ ഇപ്പൊ വളരെ സന്തോഷം. അപ്പൊ ഇതൊരു വലിയ മാറ്റാണ്. പിന്നെ ലൈഫ് മാറും, നമ്മളൊരു തിരക്കിലേക്ക് പോകും. അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ 500 രൂപക്ക് ക്ലാസ് കൊടുക്കുന്നതും എനിക്കൊരു മാനസിക സന്തോഷം ഇന്ന് കിട്ടുന്നുണ്ട്. ഞാൻ ശാരീരികപരമായിട്ടായാലും സാമ്പത്തികപരമായിട്ടായാലും ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും വാക്കുകൾ കൊണ്ടായാലും സമാധാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഏതൊരു വ്യക്തിക്കും എൻ്റെ മുന്നിൽ ആര് സങ്കടപ്പെട്ട് വന്നാലും എൻ്റെ സങ്കടമാണത്, ഞാൻ അതിനെ പരിഗണിക്കാതെ പോയിട്ടേ ഇല്ല. പക്ഷെ പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് വളരെ മോശമായ രീതിയിൽ അതിൻ്റെ പേരിൽ തള്ളപ്പെട്ടിട്ടുണ്ട്. ഞാൻ നമ്മൾ കാരുണ്യം കാണിച്ചതിൻ്റെ പേരിലും സ്നേഹിച്ചതിൻ്റെ പേരിലും തള്ളപ്പെടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദനയാണ് അല്ലേ? സത്യം. ആ വേദനയിൽ നിന്നുള്ള ഒരു ഉരുത്തിരിയലാണ് പുറത്തേക്ക് സ്നേഹം കൊടുക്കാനുള്ള അവസരം ദൈവം എനിക്ക് തന്നത്. അത് ഞാൻ ഉറച്ചു വിശ്വസിക്കണം. ഒരു പക്ഷെ എനിക്ക് അത്തരം വേദനകൾ ഇല്ലായിരുന്നെങ്കിൽ ഞാനെന്ന ഒരാൾ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു, ഇത്രത്തോളം പുറത്തേക്ക് വരില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് ഞാൻ ഇന്നെ പുറത്ത് കാണിക്കണം. അതുവരെ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പിറകോട്ട് നിന്നിരുന്ന ഒരാളാണെന്ന്. പിന്നെ അപ്പോൾ ഇത് ജെനുവിനാണെന്ന് ബോധ്യപ്പെടുത്തണം. എത്ര ആൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയും അത്ര ആൾക്ക് ആശ്വാസം കൊടുക്കണം. അതൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം ഇതിൻ്റെ ഒക്കെ പിറകിൽ എനിക്കുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാനേ, അതായത് ഈ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി ഇത്രയും വർഷത്തിനിടയ്ക്ക് നേരിട്ട ഏറ്റവും വലിയ വീഴ്ച എന്തായിരുന്നു? ലൈഫിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, വളരെ താങ്ങാൻ പറ്റാത്ത വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഞാൻ ഈ ഒരു ഇതുകൊണ്ടാണ് സ്റ്റാൻഡായത്. ഒരു വശത്തേക്ക് ഞാൻ അങ്ങോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. ഞാൻ എപ്പോഴും എന്താ ചിന്തിക്കലെന്നറിയോ, ഒരു നഷ്ടം ദൈവം തരുന്നത് നമ്മളെ ഉള്ളിലുള്ള കഴിവിനെ പുറത്ത് കൊണ്ടുവരാനാണ്. അപ്പോൾ ഏറ്റവും മികച്ചതാണ് ഞാൻ ഇപ്പോൾ പുറത്തെടുത്തത്. ഇതിൽ മികച്ചത് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്യും ഇൻഷാ അല്ലാ. ഓക്കെ, പക്ഷെ ഏറ്റവും മികച്ചതിനെ പുറത്തെടുത്തതുകൊണ്ടാണ് ഓരോ വ്യക്തികളെ ഉള്ളിലും എനിക്ക് എത്താൻ പറ്റിയത്. കാരണം ചിലർ എന്നെ വിളിച്ച് കരയും സന്തോഷം കൊണ്ട്. എന്താ വെച്ചാൽ ഒരു തൊഴിലാണ് ഉണ്ടായിക്കണത് അല്ലേ, സ്വന്തമായിട്ട് ഒരു തൊഴിൽ. നമ്മൾ ഇപ്പോൾ നമുക്ക് ഒരു ഒഫീഷ്യൽ വർക്കാണെങ്കിൽ അവിടെ നമുക്കൊരു വേക്കൻസി ഉണ്ടായി വേറെ ഒരാളെ കീഴിൽ നമ്മൾ ജോലി ചെയ്യണം. ഇത് നമുക്കൊരു ധൈര്യം, പിന്നെ ഒരു കത്രിക, മെഷീൻ, ടേപ്പ്, ചോക്ക്, ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഷേപ്പ് ഇട്ടാൽ വരെ നമ്മൾ വീട്ടിലിരുന്നിട്ടും ഈ തൊഴിൽ ചെയ്യാം. വേക്കൻസി ഒന്നും വേണ്ടല്ലോ, ആരടുത്ത് ചോദിക്കണ്ടല്ലോ, ഞാനൊന്ന് ജോലിക്ക് വരട്ടെ അങ്ങനൊന്നും ചോദിക്കണ്ടല്ലോ. പിന്നെ ഇപ്പൊ നല്ല ഇതല്ലേ, കൂലിയല്ലേ. അതെ, ഒരു ഉടുപ്പ് വയ്ക്കണേ എന്തൊരു പൈസയാ വാങ്ങിക്കുന്നത്, അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. സ്റ്റിച്ചിങ് മേഖലക്ക് സാധ്യതകൾ ശരിക്കും ചിന്തിച്ചാലുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു UK ജോലി ചെയ്യണം, അവരിൻ്റെ അടുത്ത് പറയാണ് ഇത് ഞങ്ങൾ സക്സസ് ആവുകയാണെങ്കിൽ എനിക്ക് ആ ജോലി വേണ്ട, ഉറക്കൊഴിക്കുകയാണ്, കുടുംബം നോക്കാൻ കഴിയില്ല, അങ്ങനെ പറഞ്ഞവരുണ്ട് എൻ്റെ അടുത്ത്. മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നൽ ഉറങ്ങാതെ ജോലി എടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് വീണ്ടും ജോലി ചെയ്തിട്ട് അതൊക്കെ വലിയ സങ്കടം തോന്നില്ല, അങ്ങനെയൊക്കെ പറയണവരുണ്ട്. അപ്പൊ ശരിക്കും ഇതിന്റെ സാധ്യതകളെ കുറിച്ച് ചിന്തിച്ചാല് നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഒരു വരുമാന മാർഗം കണ്ടെത്താൻ കഴിയും. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, ദൈവമൊക്കെ മുൻകൂട്ടി ഇങ്ങനെ അല്ലേ കാണും, അങ്ങനെ ഇതല്ലേ നമുക്ക് വിശ്വാസം നമ്മളെ. പക്ഷെ ശരിക്കും അത് സത്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ലേഡീസിന് ഒരു തൊഴിൽ മാർഗം കണ്ടെത്താൻ എല്ലാവർക്കും കുടുംബം, കുട്ടികൾ, വീണ കുട്ടീനെട്ട് ഇവിടെ വന്നിരിക്കുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ കുട്ടി വീട്ടിലില്ലേ. അപ്പൊ നമ്മളെ വീട്ടിൽ തന്നെയാണ് ഈ ഒരു സംഭവം എന്നുണ്ടെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടല്ലോ അല്ലേ, ഒന്ന് നോക്കാൻ. അപ്പൊ ഈ ലേഡിക്ക് നാളെ പിറ്റേന്നൊരു ജോലി വേണം, അവർ ഒറ്റപ്പെടുന്ന ഒരു കാലം വരും, അങ്ങനെയൊക്കെ ദൈവത്തിന് അറിയാലോ. അപ്പോൾ ടൈലറിംഗ് ആണ് ഏറ്റവും മികച്ച ജോലി. സ്ത്രീകൾക്ക് ഏറ്റവും മികച്ചൊരു ജോലി ടൈലറിംഗ് ആണ്. അപ്പോൾ സ്ത്രീകളെ കണ്ട് ദൈവം കൊടുന്നൊരു ജോലിയാണെന്നേ ഞാൻ പറയുള്ളൂ. അവകാശപ്പെടാൻ മാത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഒരു കുറെ പോലീസ് അവിടെ വർക്ക് ചെയ്യണവരുണ്ട്. അതെ, അപ്പൊ എന്റെ അടുത്ത് പറയൽ എന്താ അറിയോ, ഡ്യൂട്ടിന്റെ ടെൻഷൻ തീർക്കല് ഇത് ചെയ്ത് കാണ്ടാണ്. ഈ ഡോക്ടേഴ്സ് ഒക്കെ ഇങ്ങനെയുള്ളവരൊക്കെ പഠിക്കുന്നുണ്ടല്ലേ, എത്രയോ പേര് പറയാറ്. അപ്പൊ ഞാൻ തന്നെ ചിന്തിക്കും, അവർക്കൊന്നും ഇപ്പൊ സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, ജോലി ഉണ്ടല്ലോ അല്ലേ. അപ്പൊ വെറുതെ ഇരിക്കണ വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത് എന്താ, അത്രയും എഫേർട്ട് എടുത്ത് ജോലി ചെയ്യണവര് ഇത് പഠിക്കാൻ വരുന്നേ, അതന്നെയല്ലേ ഏറ്റവും വലിയ മാറ്റം. അപ്പൊ ഇന്റെ മാറ്റം അതന്നെയല്ലേ.
അവരെ പഠിപ്പിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറയും ടീച്ചറെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അപ്പം ഞാൻ ശരിക്കും അവരെൻ്റെ അടുത്ത് നന്ദി പറയുമ്പോൾ അല്ലേ എത്രത്തോളം ഞാൻ സന്തോഷിക്കണം. സത്യം നമ്മളെ സമൂഹത്തിന്റെ ഏതൊക്കെ തലങ്ങളിലുള്ളവരെയാണല്ലേ ദിവസേന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എത്രയോ അഡ്വക്കേറ്റ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്കൊരു വീഴ്ച ഉണ്ടായിന്ന്. ആ സമയത്ത് എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ സ്റ്റുഡൻറ്റിൽ ഉപരി ഇപ്പൊ എന്റെ ഫേസ് കണ്ടപ്പോൾ അങ്ങനെ തോന്നി എന്തോ വിഷമമുണ്ട്. ഇന്നെ രാത്രി വിളിച്ചു 11 മണിക്ക് എന്നെ വിളിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ വിഷമം? അപ്പോൾ ഒന്നുമില്ല, എന്തുകൊണ്ടല്ല അത് മാമിൻ്റെ ഫേസ് അങ്ങനെ ആവില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം ഒരു വിഷമം ഒന്നും വിചാരിക്കണ്ട, ഇങ്ങനെ സ്റ്റുഡൻ്റാന്നൊന്നും കരുതണ്ട, പിന്നെ ഇതൊക്കെ മനുഷ്യനിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് മാം, അതൊക്കെ വിടി മാം, ഈ വഴിക്കനെ ഒന്നും കൂടെ നന്നായി പ്രിപ്പയർ ചെയ്ത് വരി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ സ്റ്റുഡൻറ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യണത് ഏത് മേഖലയിൽ വരുന്നത് ഒരിക്കലും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആളുകളായിട്ടാണ് ഞാൻ ബന്ധങ്ങള്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. അതൊക്കെ ദൈവത്തിന്റെ ഭയങ്കര അനുഗ്രഹമാണ്. ഈ ഏറ്റവും ആദ്യം പഠിച്ചു പോയ സ്റ്റുഡൻസിനടക്കം എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പോഴും വിളിക്കാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട്. അതെ അതെ, അവര് ഇത് ഫോട്ടോ ഇട്ടരും, ഡെയിലി ഫോട്ടോ ഇടും, സ്റ്റിച്ച് ചെയ്തതിന്റെ ഫോട്ടോ ഇടുക, എത്ര കൂലി വാങ്ങണം മാം, അപ്പൊ അങ്ങനെ ചോദിക്കും. അത് തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ കഴിവും വിജയം. അതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ വിജയം അല്ലെ. ഈ A-Z എന്ന് പറയുന്ന പേര് ഇടാൻ കാരണമായത് എന്തുകൊണ്ടാണ്? സ്റ്റിച്ചിങ്ങിന്റെ A-Z എല്ലാം പഠിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ? അല്ല, മോളാണ് പറഞ്ഞത് ഉമ്മ A-Z ഇടാന്ന്. അപ്പൊ പിന്നെ അത് A-Z ഇതെല്ലാം ഒതുങ്ങി. അത് ശരിയാണ്. ഈ ഉമ്മ ഇങ്ങനെ വളരെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉയർന്ന നിലയിൽ നിൽക്കുമ്പോ മക്കളൊക്കെ ഈ ഒരു മേഖലയിലേക്ക് വരണോ എന്നൊക്കെ ആഗ്രഹിച്ചു? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മോൾ ടീച്ചറാണെന്ന്. ഞാൻ അവളൊരു ശീലം എന്ന് വെച്ചാൽ എപ്പോഴും ഡ്രസ്സ് എടുക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഡ്രസ്സ് എടുക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക തന്നെ. ഇപ്പൊ വൈകുന്നേരം എടുത്താൽ രാവിലെ കിട്ടണം. അത് അവരെ ഉമ്മ അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ പറയാം. അതെ അതെ. അപ്പൊ ഞാൻ പറയും ഈ മേഖലയ്ക്ക് വന്നോളൂ. ഇപ്പൊ ചെറിയ മോള് ഡിഗ്രിക്കാണ്. അപ്പൊ ഞാൻ അവളുടെ അടുത്തൊക്കെ പറയാറുണ്ട്. ഇനിയിപ്പോ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുണ്ട് നമുക്ക്, 5ാം ക്ലാസ് പഠിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ 72 വയസ്സായ ടീച്ചർ വരെ നമ്മളെ ക്ലാസ്സിലുണ്ട്. അപ്പൊ അവരൊക്കെ ചെയ്യണ്ടല്ലോ. മോളൊക്കെ ചെയ്തിട്ട് നമ്മളെ ഫോട്ടോ ഒക്കെ കാണിച്ചു തരുമ്പോൾ എത്ര സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് പറയും ചെറിയ മക്കളാണ് പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കണത്, അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ പഠിച്ചിട്ട് അല്ലേ നമുക്ക് ഏതായാലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അപ്പൊ അല്ലെ മെച്ചപ്പെട്ട രീതിയിലേക്ക് നിങ്ങൾക്കും വരാം. അത് മക്കളാവുമ്പത്തേക്കുണ്ടല്ലോ ഒരു ലേസിനെസ് കാണിക്കും. കാരണം ഉമ്മ ഉണ്ടല്ലോ എല്ലാം തയ്ച്ചു തരാനായിട്ട്, ഇനി ഞങ്ങൾ എന്തിനു പഠിക്കണം എന്നുള്ള ഈ ഒരു ചിന്ത മക്കള് പറയാറുണ്ടോ? അതന്നെ മോള് പറയും. ഞാൻ പറയും ഉമ്മ ഇല്ലാത്തൊരു കാലം വന്നാൽ ആരെങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തരിക? അപ്പൊ പറയും നിങ്ങൾ ഉള്ളിടത്തോളം കാലങ്ങൾ സ്റ്റിച്ച്, പിന്നത്തെ കാര്യങ്ങൾ ഇപ്പൊ ചിന്തിക്കണ്ട. അപ്പൊ മക്കളൊക്കെ ഈ ഫീൽഡിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വീഡിയോ കാണുന്ന ഏതൊരു മക്കളോടും എനിക്ക് പറയാനുള്ളത് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് കാണരുത്. ഇപ്പം വീണൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയോ? എനിക്കൊന്നും അറിയില്ല. അതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചിന്തിച്ചിരുന്നെന്ന് പറയുന്നത് സ്റ്റിച്ചിങ് എന്നൊക്കെ പറയുന്നത് ആ കഴിവ് ജന്മന ഉള്ളവർക്കേ പറ്റുള്ളൂ, അല്ലാതെ എല്ലാവർക്കും കയറി ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയാവില്ലെന്നായിരുന്നു. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ഉമ്മയുടെ ഇന്റർവ്യൂസ് കേട്ടതും ഇപ്പൊ നമ്മൾ തമ്മിലുള്ള സംസാരവും ഇന്റർവ്യൂവിന് മുന്നേ ഉള്ള സംസാരവും കേൾക്കുമ്പോൾ ഇത് ആർക്കും പഠിക്കാൻ പറ്റും. നമ്മൾ അതിനോടൊരു ഡെഡിക്കേഷൻ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായാൽ മതി എന്നുള്ളത് അല്ലേ? അതന്നെ എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത് അതാണ്. പിന്നെ ഈ സ്റ്റിച്ചിങ് മേഖലയിൽ എന്തായാലും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. സ്റ്റിച്ചിങ് നമ്മളത് ഷേപ്പ് നമ്മൾ ഒരാളെ മുന്നിൽ ഇങ്ങനെ പോയി നിന്നിട്ട് ഇപ്പൊ രാവിലെ ഒക്കെ തിരക്കിട്ട സമയത്ത് ഒന്ന് അൾട്രേഷൻ ചെയ്യാൻ ഇതും ചെയ്തുതരോ അങ്ങനല്ലേ? അല്ലെ 50-100 കൊടുക്കണതൊന്നും അല്ല അവിടെ വിഷയം. നമ്മുടെ സമയത്തിന് വില ഏറ്റവും വലിയ വില ഉള്ളത് നമുക്ക് സമയത്തിനാണ് അല്ലേ? അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പൊ നമുക്കത് അറിയെങ്കിൽ ഇനിയിപ്പോ ഏത് രാത്രിയായാലും പാതിരാത്രിയായാലും ആര് തെരഞ്ഞു പോകണ്ടല്ലോ, നമുക്കത് ചെയ്താൽ മതി. അപ്പൊ സ്റ്റിച്ചിങ് ഭയങ്കര ഗുണമുള്ള ഒരു സംഭവമാണ്. പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കണ ഇപ്പൊ ഈ നമ്മൾ പറയണ പോലെ റീല് കണ്ട് ഇങ്ങനെയൊക്കെ സമയം ചെലവഴിക്കണവരുണ്ടല്ലോ. ഒരു സ്റ്റുഡന്റ് അടുത്ത് പറഞ്ഞു റീലിന് ഇങ്ങോട്ട് അഡിക്റ്റ് ആയിരുന്നു, ഇത് കാണുക തന്നെ ഇരുന്നു. അതിലാണ് മാമിന്റെ റീൽ കണ്ടത്. അന്ന് മുതൽ എന്റെ ജീവിതം മാറിയത്. ഇപ്പൊ ഞാൻ അങ്ങനെ നോക്കിയല്ല, എന്റെ സ്റ്റിച്ചിങ് ആണ് എന്റെ മേഖല ഇപ്പോ. അപ്പൊ അതൊക്കെ അവസരങ്ങളാണ്, അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കണം. തീർച്ചയായിട്ടും. ഇനി ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നു, ഇതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അടുത്ത സ്റ്റെപ്പ് ഇതിന്റെ അഡ്വാൻസ്ഡ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇനിയിപ്പോ ഷോപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കണവരുണ്ടാവും. അവർക്ക് അതിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും, അങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കുക, ഒന്നും കൂടി ബെറ്റർ ആക്കുക. അപ്പൊ അത് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്.
ആണ് അല്ലെ. ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സിന് പേരുണ്ടോ? A to Z എന്ന് സ്റ്റിച്ചിങ് അക്കാഡമിക്ക് പേരുള്ള പോലെ ഓൺലൈൻ ക്ലാസ്സിന്റെ പേരും A to Z എന്ന് തന്നെയാണ്. അതെ, A to Z അക്കാദമി എന്നാണ്. അപ്പൊ നമ്മൾ ഈ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയോ? എനിക്കിപ്പോ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ A to Z സ്റ്റിച്ചിങ് ഐഡിയാസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്താൽ അവർക്ക് കുറെ ഡീറ്റെയിൽ ആയി കിട്ടും. ആണ് അല്ലെ. അപ്പോ ഇതിനോടകം കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആള് എന്ന് പറയുമ്പോ തന്നെ ഇതിനകത്തുള്ള ഒരു അഗ്രഗണ്യായി കഴിഞ്ഞു. കഴിഞ്ഞ ഒരു 2 വർഷത്തോളമായിട്ട് ഇത്രയധികം 25,000-ഓളം സ്റ്റുഡൻസിനെ ഓൺലൈനിലൂടെ സക്സസ്ഫുൾ ആയിട്ട് സ്റ്റിച്ചിങ് പഠിപ്പിച്ച ഒരാള്. ഇതെന്നൊക്കെ പറയുമ്പോ എനിക്ക് ആദ്യം കേട്ടപ്പോഴത്തേക്കും ഇതൊക്കെ സത്യമാണോ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ ഓരോ ആൾക്കാരുടെ ജെനുവിനിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ 100% ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെന്ന് മനസ്സിലാക്കി ഒരുപാട് പേർക്ക് ഇനി അതൊരു സ്വയം തൊഴിൽ മാത്രം എന്ന് കണക്കാക്കാതെ ഇതൊരു പാഷനായിട്ട് ഇതൊരു ഹോബി ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളവര്, ഇപ്പൊ പറഞ്ഞ പോലെ ഡോക്ടർമാരും ലോയേഴ്സും അധ്യാപകരും എല്ലാവരും പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഇനി ഒരുപാട് പേര് ഈ ഒരു ഫീൽഡിലേക്ക് വരട്ടെ. ജോലിയായിട്ട് അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ടാണെങ്കിലും സ്റ്റിച്ചിങ് പഠിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഒരുപാട് പേര് എൻജോയ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. സൗന്ദര്യം ഐശ്വര്യമൊക്കെ താങ്ക് യു.